ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അതായത് മെറ്റബോളിസം, ഹോർമോൺസ്, എൻസൈംസ്, സെൽസ്, ബയോ മോളിക്യൂൾസ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് certain factors necessary for metabolism in living organism are synthesized inside the cell. Many other factors required for metabolism are obtained from their external environment. Which are they? List out. അതായത് നമ്മളോട് പറയാണ്, ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള അല്ലേ കുറേ കാര്യങ്ങൾ ഈ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഈ സെല്ലിൻ്റെ പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹോർമോൺസും എൻസൈംസും ഒക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനെ സ്പീഡപ്പ് ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ എൻസൈംസും ഹോർമോൺസും. ഇതൊക്കെ എവിടെ ഉള്ളതാണ്? സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ പുറത്തുള്ള ഏതൊക്കെ, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമ്മളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കാം. നമുക്ക് ഒന്ന് എഴുതാം, ടെമ്പറേച്ചർ. അതായത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഈ ഒരു മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യും അല്ലേ? അതിന് മെറ്റബോളിസത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് കൂടുതൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഉണ്ടാവും അല്ലേ? മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ എന്തൊക്കെയായിരുന്നു വരുന്നത്? കാറ്റബോളിസും അനബോളിസും. അതായത് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യാം. അതാണ് എന്ത് വരുന്നത്? മെറ്റബോളിസത്തിൽ വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണെന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊരു ഫാക്ടർ എന്ത് പറയാം? ഹൈഡ്രേഷൻ അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയാം. അതായത് നമ്മൾ ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾ എന്താണ് കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുള്ളൂ. ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മാത്രമേ. അപ്പോൾ ഇപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കണ്ടീഷൻ വന്നാൽ എന്ത് നടക്കൂല? ഈ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കൂല. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഹൈഡ്രേഷൻ ഓർ വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് വാട്ടറിന് എഴുതാം. അതെന്താണ്? ഒരു ഫാക്ടറാണെന്ന് എഴുതാം. ഇനി മറ്റൊരു ഫാക്ടറാണ് സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്താം? സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണെന്ന് പറയാം. മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് പറയാം. ഇനി അടുത്തതാണ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫുഡ് ക്വാണ്ടിറ്റിൻ്റെ അളവ്. അതായത് നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ അളവ്, അതേപോലെ ന്യൂട്രിയൻസ്, നമ്മൾ നല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടോ, അതേപോലെ നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ അളവ്, ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്? മെറ്റബോളിസത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഡയറ്റ് ചെയ്താം. മറ്റൊന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന റെഗുലർ എക്സസൈസ് പോലും എന്തിനെ ബാധിക്കുന്നുണ്ട്? മെറ്റബോളിസത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് എഴുതാം? ടെമ്പറേച്ചർ എഴുതാം, വാട്ടറോ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എഴുതിയാൽ മതി. പിന്നെന്താണ്? സ്ട്രെസ് ലെവൽ ഉണ്ട്, ഡയറ്റ് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയെങ്കിലും നോട്ട് ചെയ്യാം. ഇനി എന്താ പറയുന്നത്? ഹാവ് യു എവർ തോട്ട് ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽ? അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പുറത്തുള്ള വസ്തുക്കൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളോടൊന്ന് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കാം, ഒരു അമീബ എന്നാണ് അല്ലേ? അമീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ അമോയിബ എന്നൊക്കെ ചിലതൊരു പറയും കേട്ടോ. അപ്പോൾ എല്ലാം ഒരു സംഭവമാണ് അമീബ എന്ന് പറയാം. അപ്പം എന്താണ്? ഇതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഒരു സെല്ല് മാത്രമായിരിക്കും അവരിൽ ഉണ്ടാവുക. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രം ഉള്ള ഓർഗാനിസം. അപ്പോൾ ഈ അമീബയിൽ എന്താണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. Substances from the external environment enter the cytoplasm through the cell membrane. അപ്പോൾ ഇത്തരം യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റൻസസ് പോകുന്ന ഒരു പുറത്തു നിന്നുള്ള ഒരു വസ്തു, പുറത്തു നിന്നുള്ള ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഏത് വഴിയാണ്?
ത്രൂ സെൽ മെംബ്രെയിൻ വഴിയാണ്. അതായത് എന്താണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ പുറത്ത് കാണുന്ന മെംബ്രെയിൻ ആണ്. ഈ സെല്ലിനെ സറൗണ്ട് ചെയ്യുന്ന മെംബ്രെയിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാം പുറത്തുകൂടി. അപ്പൊ ഇതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെൽ മെംബ്രെയിൻ ഇങ്ങനെ താണ്ടി കടന്നിട്ടാണ് ഒരു പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ്, പുറത്തു നിന്നുള്ള ഒരു വസ്തു എങ്ങോട്ട് എത്തുന്നത്? ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് ആരുടെ കേസാണ്? അമീബയുടെ കേസാണ്. ഇനി അടുത്ത ഒരു ആനിമൽസിന്റെ കേസിലാണെങ്കിൽ substances received from the external environment undergo certain changes and reach the extracellular fluid. From there, it enters the cytoplasm through the cell membrane. അപ്പൊ ഇവിടെ കുറച്ചുകൂടി മാറ്റം വന്നു അല്ലേ? അതായത് ഒരു ആനിമൽ എന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ ബോഡിയിൽ ഒരു സെല്ല് മാത്രമല്ല ഉണ്ടാവുക. ഇറ്റ് ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അതായത് കുറേ സെല്ല് കൂടിയിട്ടാണ് ബോഡി ഉണ്ടായത് അല്ലേ? അപ്പോൾ ഇതൊരു സെല്ല് മാത്രമല്ല. ഒരു സെല്ല് മാത്രമായിരുന്നെങ്കിൽ ഒരു സെൽ മെംബ്രെയിൻ കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്താമായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം ആ ഒരു പുറത്ത് നിന്നുള്ള ഒരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് വന്നതിന് ശേഷം ആദ്യം അത് എവിടെ എത്തും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തിയാൽ പിന്നെ അത് എവിടെ എത്തും? അത് സെൽ മെംബ്രെയിനിലെത്തും. പിന്നെ സെൽ മെംബ്രെയിനിലൂടെ അത് എങ്ങോട്ടെത്തും? സൈറ്റോപ്ലാസത്തിലെത്തും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡൗട്ട് വരും, എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ ഒക്കെ ഇടയിൽ കാണുന്ന ആ ഒരു സ്പേസിനെയാണ്, ആ ഒരു ഫ്ലൂയിഡിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്തെന്ന് പറയും? സൈറ്റോപ്ലാസം എന്ന് പറയും. സെല്ലുകളുടെ പുറത്ത് കാണുന്ന ആ ഒരു ഫ്ലൂയിഡാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ബ്ലൂ കളറിൽ, നീല കളറിൽ കാണുന്നതാണ് എന്ത്? ഇവിടെ മഞ്ഞ കളറിൽ കാണുന്നത് എന്താണ്? സെല്ലുകളാണ്. ആ ബ്ലൂ കളറിൽ കാണുന്നത് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ആനിമലിന്റെ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യം ആ ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ്, പുറത്തു നിന്നുള്ള ആ ഒരു സബ്സ്റ്റൻസ്, ആ ഒരു വസ്തുവിന് കുറച്ച് ചേഞ്ചസ് സംഭവിക്കും. എന്നിട്ട് അത് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തും. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് പിന്നെ അത് എവിടെ എത്തും? ഈ ഒരു സെൽ മെംബ്രെയിനിലെത്തും. നമ്മുടെ സെല്ലിന്റെ പുറത്തുള്ള ആ ഒരു സെൽ മെംബ്രെയിനിലെത്തും. എന്നിട്ട് അത് പിന്നെ എന്താവും? സൈറ്റോപ്ലാസത്തിലെത്തും. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണ്, ആപ്പിൾ കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആപ്പിൾ ആദ്യം നമ്മൾ എന്താക്കും? ഇങ്ങനെ ചവച്ച് ചെറുതാക്കി എടുക്കും. ആ ആപ്പിൾ അതേപോലെ നമ്മളെ വയറിലേക്ക് പോകുന്നില്ല. ആദ്യം അതിങ്ങനെ ചവച്ച് ചെറിയ പാർട്ടിക്കിളാക്കി എടുക്കും. പിന്നെ അത് നമ്മുടെ വയറിലെത്തുന്ന സമയത്ത് കുറച്ചുകൂടി ചേഞ്ചസ്, ഇങ്ങനെ എൻസൈംസ് ഒക്കെ എന്താക്കും? കുറച്ചുകൂടി ചേഞ്ചസ് അതിന് ആക്കിയിട്ട് പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി, സെൽ മെംബ്രെയിൻ വഴി സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്ലാന്റിന്റെ കേസിലാണ്. പ്ലാന്റിന്റെ കേസിലാകുന്ന സമയത്ത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. പ്ലാന്റും എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ പ്ലാന്റിലും എന്തുണ്ട്? കുറേ സെല്ലുകൾ കൂടിയിട്ടാണ് ഒരു പ്ലാന്റ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സബ്സ്റ്റൻസസ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ് ആണ്. ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അതൊരു മെത്തേഡ്. Through cytoplasmic connections called plasmodesmata that connect adjacent cells. അത് മറ്റൊരു മെത്തേഡ്. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. അത് വേറൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്താണ്? കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി പ്ലാന്റിൽ എത്തുന്ന സമയത്ത്. കോംപ്ലിക്കേറ്റഡ് എന്നല്ല, കുറച്ചുകൂടി എന്തായി? കുറേ രീതിയിൽ കൂടി എത്താമെന്ന രീതിയിലായി അല്ലേ ഈ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് സബ്സ്റ്റൻസിന്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അതായത് ഒരു പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഈ സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് എന്തുണ്ടാവും? ഒരു സെൽ വാൾ കൂടി ഉണ്ടാവും. ഒന്നുകൂടിയും അതിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു സെൽ വാൾ കൂടി ഉണ്ടാവും. പക്ഷെ ഒരു ആനിമൽ സെല്ലിന്റെ കേസിൽ എന്തില്ല? ഈ ഒരു സെൽ വാൾ ഇല്ല. ഓക്കെ, അപ്പൊ എന്താവും? ഒരു പുറത്തു നിന്നുള്ള സബ്സ്റ്റൻസ് ഈ ഒരു സെൽ വാൾ വഴിയും എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴിയും ഉള്ളിലേക്ക് കയറും. ഇങ്ങോട്ട് പ്ലാന്റിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്ലാന്റിന്റെ സെൽ വാളിൽ കാണുന്ന ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചാനൽസ് ആണ്. എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചാനൽസ് ആണ് ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചെറിയ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു
ഒരു സബ്സ്റ്റൻസിനെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ വേസ്റ്റ് വാട്ടറൊക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചാനൽ കുഴിക്കും, ചാനൽ ഉണ്ടാക്കും എന്നൊക്കെ പറയൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ നിന്നുള്ള മോളിക്യൂൾസ് മറ്റൊരു സെല്ലിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ ഒരു പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ ഇങ്ങനത്തെ മോളിക്യൂൾസ് തമ്മിൽ ട്രാൻസ്പോർട്ട്, ഇങ്ങനത്തെ മോളിക്യൂൾസിന് എന്താണ് അങ്ങോട്ട് ഇങ്ങനെ കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങാനും ഒക്കെ ഏതിലൂടെ നടക്കുന്നത്? ഈ ഒരു പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. മറ്റൊരു വേ എന്ന് പറയുന്നത് ഫ്രം വൺ സെൽ ടു ദ അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഈ പ്ലാസ്മ അതായത് സെൽ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം മറ്റൊരു വേ എന്ന് പറയുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴി ഉള്ളിലോട്ട് കടക്കും, സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നുള്ളത്. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഈസ് ദർ ഇന്റേണൽ എൻവയോൺമെന്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്? അതായത് ഇവിടെ ഒരു ബോയ്ക്കുള്ള ഡൗട്ടാണ്, ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പോലെ ഇന്റേണൽ എൻവയോൺമെന്റും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാണ്. ഹാവൻ യു നോട്ടീസ് ദ ചൈൽഡ്സ് ഡൗട്ട്? നോട്ട് ഡൗൺ യുവർ ഗസ്. അപ്പം നമ്മൾ ഈ ഒരു കുട്ടീനെ നോക്കിയില്ല, അപ്പം നിങ്ങളുടെ ഗസ് എന്താണ്? നമുക്ക് നമ്മുടെ ഗസ് ഇവിടെ എന്ത് ചെയ്താം? യെസ്, ദർ വിൽ ബി എൻ ഇന്റേണൽ എൻവയോൺമെന്റ്. നമുക്ക് ഈ ബോക്സിലുള്ളത് നോക്കാം. In animals, the fluid found in the space between the cells, extracellular fluid serve as the internal environment. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നത് എന്താണെന്ന്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ആനിമൽ സെല്ല് കാണുന്നുണ്ട്, അപ്പോൾ അതിൽ ആ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് സെർവ് ആസ് ദ ഇന്റേണൽ എൻവയോൺമെന്റ്. അതായത് ആനിമൽസിന്റെ കേസിൽ ഈ ഒരു എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. The internal environment of plants consisting of cell wall and their components, extracellular fluid and air sacs between cells. അപ്പോൾ പ്ലാന്റിന്റെ കേസിൽ വരുന്നേരം എന്താണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? അതായത് സെൽ വാൾ. അതായത് നമ്മൾ പറഞ്ഞു പ്ലാന്റിന്റെ സെല്ലിന് എന്തുണ്ടാവും? സെൽ വാൾ ഉണ്ടാവും. അപ്പോൾ ആ സെൽ വാൾ ഏതിലാണ് കിടക്കുന്നത്? ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിന്റെ പാർട്ടാണ്. അപ്പോൾ സെൽ വാളും അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും അല്ലെ അതിന്റെ കോമ്പണൻസും, അപ്പോൾ സെൽ വാളും ആൻഡ് ദെയർ കോമ്പണൻസും, പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും, പിന്നെ എയർ സാക്സും. എയർ സാക്ക് ബിറ്റ്വീൻ ദ സെൽ, സെല്ലിൻ്റെ ഇടയിൽ കാണുന്ന എയർ സാക്ക്, ഈ പ്ലാന്റ് സെൽസിൽ ബിറ്റ്വീൻ എയർ സാക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് പ്ലാന്റിൻ്റെ കേസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് ഇന്റേണൽ എൻവയോൺമെന്റ് ആയി ആക്ട് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ സെൽവാളും ആൻഡ് ദെയർ കോമ്പണൻസും, പിന്നെ എയർ സാക്ക് ബിറ്റ്വീൻ സെൽസും, അതേപോലെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ആണ് പ്ലാന്റിന്റെ കേസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നോക്കേണ്ടത്? ഹോമിയോസ്റ്റാസിസ് എന്താണെന്നാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പോസിഷന് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, അതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ. അതായത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ലെമൺ എക്സ്ട്രാക്റ്റ്, അതായത് നമ്മൾ കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലിപ്പോൾ കുറച്ച് ഷുഗർ കുറേ കൂടിപ്പോയി, അപ്പോൾ എന്താവും? ഭയങ്കര മധുരം വരും, നമ്മൾ അങ്ങനെ കുടിക്കൂല. അല്ലെങ്കിൽ അതിൽ നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് കുറച്ച് നല്ലോണം കൂടിപ്പോയി, അപ്പോൾ എന്താവും? അത് നമ്മൾ കഴിക്കൂല, കാരണം എന്താ? നല്ലൊരു പുളിപ്പ് വരും. അപ്പോൾ എന്താണ് അവിടെ ആ ഒരു കോമ്പോസിഷൻ മാറി. അതായത് ഈ ഷുഗർ പാകത്തിന്, അതേപോലെ ആ ഒരു നാരങ്ങ നീര് പാകത്തിന്, വാട്ടർ പാകത്തിന് എല്ലാം എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ എന്താവും? അത് നല്ലൊരു ലെമൺ ജ്യൂസ് ആയിട്ട് മാറും ഇല്ലേ. പക്ഷെ അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ലെമണിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റിൻ്റെ കണ്ടൻറ്റോ കൂടുതലായി പോയാൽ എന്താവില്ല? അതൊരു കോൺസ്റ്റന്റ് അല്ല, കൺസിസ്റ്റൻസി എന്താവും? തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പോസിഷന്റെ എന്താണ്? അത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. സോ കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് as what? ഹോമിയോസ്റ്റാസിസ്. അതിൽ തന്നെ ഉണ്ട് ഹോമിയോസ്റ്റാസിസ്, എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട്
കീപ്പ് ചെയ്യാന്നുള്ളത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് ഒരു ബാലൻസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. Homeostasis need to be maintained for the smooth functioning of metabolism. Disruption of the chemical composition of the internal environment can be threatening to life. ഇവിടെ എന്താണ് പറയുന്നത്, മെറ്റബോളിസം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഈ ഒരു ഹോമിയോസ്റ്റാസിസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ആ ഒരു കോമ്പോസിഷൻ എന്താവണം, ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം അല്ലേ, എന്നാലേ മെറ്റബോളിസം ഒരു സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താക്കും, ഈ ഒരു കോമ്പോസിഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അത് നമ്മുടെ ലൈഫിന് തന്നെ ത്രെട്ടനിങ് ആവും, നമ്മുടെ ജീവന് തന്നെ എന്താവും, ആപത്തായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പോർഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതൊരു ഒറ്റ ലോങ് വീഡിയോ ആക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കും, ചിലപ്പോൾ ഒന്ന് ബോറടിച്ചൊക്കെ വരും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.